கஷ்டப்பட்டு டிக்கெட் வாங்கி வந்தா எதுவுமே ஆக மாட்டானுங்க. டொக்கு டொக்கா வச்சுருக்காங்க. அவள்தான் சொந்த இதுல சேப்பாக்கிலே தோக்குறானுங்க. இதுக்கு மேல என்ன டிபிக்கே சப்போர்ட் பண்ண ஆரம்பிச்சு நான் போயிட்டு வரேன். எனக்கு കാണ്ടാ இருக்கு. ഓക്കെ ചെന്നൈ ഫാൻസിന്റെ ഒക്കെ ഒരു ഇത് വിഷമം അല്ലെങ്കിൽ അവരൊരു എന്താ പറയുക ഒരു റിയാക്ഷൻ അല്ലെങ്കിൽ ഫ്രസ്ട്രേഷൻ എന്നൊക്കെ കാണുമ്പോൾ എനിക്ക് തോന്നുന്നു ആർ സി ബി ഫാൻസിന്റെ ഒക്കെ ശരിക്കും പറഞ്ഞ പൂജിക്കണല്ലേ. ധോണിയിൽ നിന്ന് ഇപ്പോഴും ചില മഹാത്ഭുതങ്ങൾ പ്രതീക്ഷിക്കുന്നുണ്ട് ഒരുപാട് ആരാധകർ. മറ്റേ വെള്ള ജേഴ്സിയിട്ട് കളിക്കാറുണ്ടെന്നൊക്കെയാണ് എന്നൊക്കെയാണ് എല്ലാവരും പറയുന്നത്. കാരണം അത്രത്തോളം 100-ന് താഴെ സ്ട്രൈക്ക് റേറ്റിൽ എല്ലാവരും ബാറ്റ് ചെയ്യുന്നു. 60 ബോളിൽ 60 എടുക്കുന്നു, 50 ബോളിൽ 50 കൊടുക്കുക. അതായത് 5,000 രൂപ ടിക്കറ്റ് 25,000 30,000 ഒക്കെ മുടക്കി അവർ പോകുന്നുണ്ടെങ്കിൽ ധോണി എന്ന് പറഞ്ഞ പ്ലെയറെ അദ്ദേഹത്തിൻ്റെ കളി കാണാൻ തന്നെയാണ്. ചെന്നൈയുടെ ബെഞ്ചിലിരുന്ന് 2 വർഷം ചെന്നൈയുടെ ബെഞ്ചിലിരുന്ന് പേരിറങ്ങിയ പ്ലെയറാണ്. കഴിഞ്ഞ 6-7 വർഷമായിട്ട് 180-ന് മുകളിൽ സ്കോർ ജയിച്ചിട്ടില്ല. വെൽക്കം ബാക്ക് റോക്ക് ടോക്സ്. അപ്പോൾ നമ്മൾ ഇന്നലെ സൺറൈസേഴ്സ് വോസ് GT മത്സരമായിരുന്നു. അപ്പോൾ ആ മാച്ചിനെ പറ്റി സംസാരിക്കാനായിട്ട് മുമ്പ് നമുക്ക് ചെന്നൈയുടെ കഴിഞ്ഞ മാച്ച് നമ്മൾ വിട്ടുപോയി ആ വീഡിയോ ചെയ്യാം. അപ്പോൾ അതിൻ്റെ ഒരു ഇതാക്കാം ചെന്നൈൻ്റെ മാച്ചിനെ പറ്റിയിട്ട്. അരുണേ, ഒരു ചെന്നൈ ആരാധകനെതിരെ മൊത്തത്തിലൊരു സാഡ് മൂമെൻ്റ് ആണ് സോഷ്യൽ മീഡിയയിലൊക്കെ കാണാം. ഭയങ്കര പബ്ലിക് റിയാക്ഷൻസും കാര്യങ്ങളൊക്കെ. അപ്പോൾ അതെങ്ങനെയാണ് അരുണെ ഫേസ് ചെയ്യുന്നത്? കഴിഞ്ഞ ദിവസം ചേപ്പോക്കിൽ വെച്ചിട്ട് ചെന്നൈ ഡൽഹിയോട് തോറ്റ്. അതായത് ടൂർണമെൻറ്റിൽ ഇതുവരെ 4 മത്സരങ്ങളിൽ നിന്ന് 3ാമത്തെ തോൽവി. ചെന്നൈയുടെ ആരാധകർ റിയാക്ഷൻ വീഡിയോ ഉണ്ടായിരുന്നു. അതായത് ആഫ്റ്റർ ദ മാച്ച് അവർ പോകുമ്പോൾ അവരുടെ അടുത്ത് മീഡിയാസ് ചോദിക്കുന്ന, അപ്പോൾ അതിൽ പലരുടെയും പ്രതികരണങ്ങൾ കേട്ട് കഴിഞ്ഞാൽ നമുക്ക് തന്നെ ഭയങ്കര വിഷമവും. കാരണം അത്രത്തോളം ഫ്രസ്ട്രേറ്റഡ് ആണ് ഫാൻസ്. കാരണം നമുക്കറിയാം ചെന്നൈയുടെയും അതുപോലെ ബാംഗ്ലൂരിൻ്റെയൊക്കെ മാച്ചസ് ഇപ്പോൾ ബാംഗ്ലൂരിലുള്ള ആളുകൾക്ക് അറിയുന്നുണ്ടാവും. ഇതൊന്നും നോർമലി നമ്മൾ ടിക്കറ്റ് ബുക്ക് ചെയ്ത് ആ ആക്ച്വൽ പ്രൈസിന് ബുക്ക് ചെയ്തല്ല കാണുന്നത്. അതൊക്കെ ബ്ലാക്ക് മാർക്കറ്റിൽ വളരെ അതിനും 10 ഇരട്ടിയൊക്കെ രൂപ കൊടുത്തിട്ടാണ് ആളുകൾ ആ ടിക്കറ്റ് മേടിച്ചിട്ട് ഈ കളി കാണാൻ പോകുന്നത്. നിലവിൽ ചെന്നൈ എന്ന് പറയുന്ന ടീമിനെ സംബന്ധിച്ചിടത്തോളം ധോണി എന്ന് പറയുന്ന ഒരു സൂപ്പർ സ്റ്റാറിനെ കാണുക എന്നുള്ള ഒരു ഒറ്റ ലക്ഷ്യമാണ് കുറേ പേർക്ക്. കളി ജയിക്കണം എന്നൊരുള്ളുണ്ട്, തീർച്ചയായിട്ടും ഉണ്ട്. പക്ഷേ ഇത്രയും രൂപ മുടക്കി, അതായത് 5,000 രൂപ ടിക്കറ്റിന് 25,000 30,000 ഒക്കെ മുടക്കി അവർ പോകുന്നുണ്ടെങ്കിൽ ധോണി എന്ന് പറഞ്ഞൊരു പ്ലെയറെ അദ്ദേഹത്തിൻ്റെ കളി കാണാൻ തന്നെയാണ്. പക്ഷേ ചെന്നൈയുടെ ഈ സീസണിലെ പെർഫോമൻസ് എന്ന് പറയുന്നത് ആരാധകരെ ഒട്ടും തൃപ്തമാക്കിയിട്ടില്ലെന്ന് തന്നെയാണ് ഈ പറയാം. ഒട്ടും സാറ്റിസ്ഫൈ അല്ല ആരും. കാരണം നമുക്ക് നോക്കിയാൽ മനസ്സിലാവും, ഒരു T20 ക്രിക്കറ്റിൻ്റെ യാതൊരുവിധ ഒരു ഇത്രയും ഒരു ടാർഗറ്റ് ചേസ് ചെയ്യുമ്പോൾ അതിൻ്റെ രീതിയിലുള്ള ഒരു അപ്രോച്ചും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇതിനും മറ്റേ വെള്ള ജേഴ്സിയിട്ട് കളിക്കാറങ്ങണം എന്നൊക്കെയാണ് എല്ലാവരും പറയുന്നത്. കാരണം അത്രത്തോളം 100-ന് താഴെ സ്ട്രൈക്ക് റേറ്റിൽ എല്ലാവരും ബാറ്റ് ചെയ്യുന്നു. 60 ബോളിൽ 60 എടുക്കുന്നു, 50 ബോളിൽ 50 എടുക്കുന്നു. ജയിക്കാനായിട്ട് 10-14 റൺ റേറ്റ് കണ്ട സാഹചര്യത്തിൽ കഴിഞ്ഞ മത്സരത്തിൽ ധോണിയും വിജയ് ശങ്കറും കൂടി അവിടെ കാട്ടിക്കൂട്ടിയത്. നമ്മൾ ആ ഒരു മാച്ച് തീരണ വരെ മറ്റേ വാട്സപ്പ് ഗ്രൂപ്പുകളിൽ സ്പോർട്സ് ഗ്രൂപ്പുകളിലൊക്കെ ചെന്നൈ ഫാൻസിന് പൊങ്കാലായിരുന്നു. കാരണം അത്രയും ഒരു ബോറടിപ്പിക്കുന്ന കളി എന്നല്ല പറയുന്നത്. പക്ഷേ ആ ഒരു ടാർഗറ്റ് അച്ചീവ് ചെയ്യാനുള്ള എന്തെങ്കിലും ഒരു ഇൻറ്റൻറ്റ് കാണിക്കണ്ടേ ബാറ്റ്സ്മാൻമാർ? ഒരു ഷോട്ടിന് മുതിരണ്ടേ? ഇങ്ങനെ ജസ്റ്റ് ഇങ്ങനെ തട്ടി 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 സ്റ്റേഡിയത്തിലെ ആളുകൾക്ക് ഉറങ്ങുന്ന ഒരു ഫോട്ടോ പ്ലേയേഴ്സ് ഉറങ്ങുന്ന. കാരണം അങ്ങനെ എല്ലാം കൊണ്ട് കളി തോക്കുന്നു. ഓക്കെ ഫൈൻ. ഇപ്പോൾ നല്ല മത്സരം കളിച്ചിട്ട് നമ്മൾ തോക്കാം, അല്ലെങ്കിൽ നല്ലൊരു ജയിക്കാനുള്ള ആ ഒരു ഇത് വേണ്ടേ, ആ ഒരു ഇൻറ്റൻറ്റ് വേണ്ടേ? അതുപോലും ഇല്ലാത്ത രീതിയിൽ വെറുതെ ഈ ഒരു 20 ഓവർ കഴിക്കുക എന്നുള്ളൊരു മൈൻഡ് സെറ്റിൽ മാത്രം നിന്ന് കളിക്കുന്ന ഒരു ചെന്നൈ പ്ലെയേഴ്സ്, വിജയ് ശങ്കറും ധോണി. അപ്പോൾ അത് തന്നെ ആളുകളെ ഏറ്റവും കൂടുതൽ ഫ്രസ്ട്രേറ്റഡ് ആക്കിയിട്ടുള്ളതാണ് എനിക്ക് തോന്നുന്നത്. നമ്മൾ ഇപ്പോൾ ഒരു 5 റണ്ണോ 10 റണ്ണോ തോക്കുന്നു, അത്രത്തോളം ശ്രമിച്ചു, ലാസ്റ്റ് നമുക്ക് അത് അച്ചീവ് ചെയ്യാൻ പറ്റാതെ തോക്കുന്നു. ഓക്കെ, അപ്പോൾ ആളുകൾക്ക് അത്രത്തോളം ഒരു ദേഷ്യം വരത്തില്ല. ഇത് ഒരു രീതിയിലുള്ള ഇൻറ്റൻറ്റും ഇല്ല. കാരണം 180 റൺസ് അല്ലെങ്കിൽ 200 റൺസ് എന്നൊക്കെ പറയുന്നത് ഇപ്പോൾ IPL അടിച്ചെടുക്കാൻ വരുന്ന ടാർഗറ്റ് തന്നെയാണ്. ആ ടാർഗറ്റാണ് ചെന്നൈക്ക് മുന്നിൽ പലരും വെക്കുന്നത്. നമുക്ക് നോക്കിയാൽ മനസ്സിലാവും, കഴിഞ്ഞ 6-7 വർഷമായിട്ട് 180-ന് മുകളിലൊരു സ്കോർ ചെന്നൈ ജയിച്ചിട്ടില്ല. അപ്പോൾ അത് തന്നെ ഈ ടീമിൻ്റെ ഒരു ചേസ് ചെയ്യാനുള്ള ഒരു എബിലിറ്റി ചോദ്യം ചെയ്യുന്നതാണ്. കാരണം 6-7 വർഷമായി ആലോചിക്കണം. വേറെ ഒരു ടീമിനും ഇല്ല അത്തരത്തിലൊരു നാണംകെട്ട റെക്കോർഡ്. ഒരു സീസണിൽ കപ്പ് എടുത്തിട്ടുണ്ട്, അതിന്റെ ഇടയിൽ 2 സീസണിൽ കപ്പ് എടുത്തിട്ടുണ്ട്. അപ്പോൾ 180-ന് മുകളിൽ സ്കോർ എടുത്തിട്ടുണ്ട്. കൂടുതലും ഫസ്റ്റ് ബാറ്റിങ്ങിലാണ്. 200-220 ഒക്കെ എടുത്തിട്ടുണ്ട്. ഫസ്റ്റ് ബാറ്റിങ്ങിലാണ് കൂടുതലും. അപ്പോൾ ചെന്നൈയെ സംബന്ധിച്ചിടത്തോളം ഈ സീസൺ വളരെ മോശമാണ്. അപ്പോൾ എനിക്ക് തോന്നിയേക്കുന്ന കുറച്ച് കാര്യങ്ങൾ, ഫ്രം ദ ഫസ്റ്റ് തിങ് എന്ന് പറയുന്നത് ടീം സെലക്ഷനാണ്. ചെന്നൈ എല്ലാ കാലവും ഫോളോ ചെയ്യുന്നൊരു രീതിയുണ്ട്. അതായത് ഇവർ എടുക്കുന്ന പ്ലെയേഴ്സ്, അതായത് കുറച്ച് എക്സ്പീരിയൻസ് ഉള്ള പ്ലെയേഴ്സിനെ എടുത്തിട്ട് അവർക്ക് ചാൻസ് കൊടുത്തുകൊണ്ടേയിരിക്കും. അത് ഇപ്പോൾ നമുക്ക് കുറേ ഉദാഹരണങ്ങളുണ്ട്. ഷെയ്ൻ വാട്സൺ, മോയിൻ അലി, അമ്പാട്ടി റായുഡു, റോബിൻ ഉത്തപ്പ,
ഇമ്രാൻ താഹിർ, ഹർഭജൻ സിംഗ്, അങ്ങനെ ഇഷ്ടം പോലെ ഉദാഹരണങ്ങളുണ്ട്. അവരുടെ ഒരു പ്രൈം കഴിഞ്ഞിട്ട് ചെന്നൈയിൽ വന്നിട്ട് ഗംഭീര പെർഫോമൻസ് അയച്ചു വെച്ചാൽ റഹാനെ ഉൾപ്പെടെ. പക്ഷേ ഈ ഒരു സീസണിൽ അങ്ങനെ എടുത്ത കുറച്ച് പ്ലേയേഴ്സ് എന്ന് പറയുന്നത് ത്രിപാഠി, വിജയ് ശങ്കർ, അതുപോലെ ഹൂഡ. ഈ 3 സെലക്ഷനും വൻ ഫ്ലോപ്പാണ്. കാരണം ഇവർ IPL എന്നല്ല, ഇവരൊരു നല്ലൊരു ഇന്നിങ്സ് ഇവരുടെ ഒരു ക്രിക്കറ്റ് കരിയറിൽ തന്നെ കളിച്ചിട്ട് തന്നെ ഒരുപാട് നാളുകളായി. ഇവർ വലുതായിട്ട് പ്രൂവ് ചെയ്ത പ്ലെയേഴ്സും അല്ല IPL. ബാക്കി എല്ലാ പ്ലെയേഴ്സും വെൽ പ്രൂവൺ ആണ്, ഇവരങ്ങനെ പ്രൂവ് ചെയ്ത പ്ലെയേഴ്സും അല്ല. അപ്പോൾ ഇത്തരത്തിലുള്ള പ്ലെയേഴ്സിനെ എടുത്തിട്ട് അവരെ കൊണ്ടൊരു മാച്ച് വിന്നേഴ്സ് ആക്കാന്നുള്ള ആ ഒരു പ്ലാൻ തന്നെ ഏറ്റവും വലിയ ഫ്ലോപ്പായി. പിന്നെ ബോളേഴ്സിനെ അധികമായിട്ട് ഡിപ്പെൻഡ് ചെയ്തു. അതായത് ബോളേഴ്സിൻ്റെ സെലക്ഷൻ ഇപ്പം നോക്കിക്കഴിഞ്ഞാൽ അശ്വിന് 9 കോടിക്ക് മുകളിൽ കൊടുത്തിട്ടാണ് മേടിക്കുന്നത്. നമ്മൾ നോക്കി കഴിഞ്ഞാൽ ഗ്ലെൻ ഫിലിപ്സ്, അല്ലെങ്കിൽ വാഷിങ്ടൺ സുന്ദർ, അശുതോഷ് ശർമ്മ, ഈ പ്ലെയേഴ്സ്, ഈ അശുതോഷ് ശർമ്മയും വാഷിങ്ടൺ സുന്ദറൊക്കെ കഴിഞ്ഞ മത്സരങ്ങളിൽ കളിച്ചൊക്കെ എല്ലാവരും കണ്ടതാണ്. ഈ 3 പ്ലെയേഴ്സിനും കൂടി 9 കോടിക്കാണ് പോയേക്കുന്നത്, അതായത് 3 കോടി ആ റേഞ്ചിൽ. അപ്പോൾ അത്തരത്തിലുള്ള യങ് ടാലൻസ്, യങ് മാച്ച് വിന്നേഴ്സിന് എടുക്കുന്നതിന് പകരം എക്സ്പീരിയൻസ് ഉള്ള ഇനി 1-2 വർഷം മാത്രം കളിക്കുമെന്ന് ഉറപ്പുള്ള പ്ലെയേഴ്സിനെ, എസ്പെഷ്യലി സ്പിന്നേഴ്സിനെ ടീം മേടിച്ചത്. സാം കറനെ ഇത്രയും ഒരു തുകയ്ക്ക് മേടിച്ച് ടീമിലോട്ട് എടുക്കുന്നത്. സാം കറൻ ഓൾറെഡി ഇംഗ്ലണ്ട് ടീമിൽ നിന്ന് പുറത്തായ കളിക്കാരനാണ്. അപ്പോൾ സാം കറനെ ഇത്രയും എന്താ പറയുക, മിഡിൽ ഓർഡറിലുള്ള ഒരു ഫോറിൻ പ്ലെയർ ആയിട്ട് ചൂസ് ചെയ്ത് സാം കറനെ, അതും ഒരു വൻ മോശം ഡിസിഷൻ ആയിരുന്നു. അത് എന്താ കാര്യം എന്ന് വെച്ചാൽ സാം കറൻ ഓൾറെഡി ഇവിടെ കളിച്ചിട്ടുണ്ട്. അപ്പോൾ ആ ഒരു ഇമോഷണൽ ഇതിൻ്റെ പുറത്ത് എടുക്കുന്നതാണ്. പക്ഷെ അത്തരത്തിലുള്ള തീരുമാനങ്ങളൊക്കെ പാളിപ്പോയി. അതും മെഗാ ഓപ്ഷൻ ആയിരുന്നു. ഇനിയും അത് ഭയങ്കര റിസ്ക് ആയിരുന്നു ഈ ടൈമിൽ. മെഗാ ഓപ്ഷൻ ആണ്, കാരണം അത്രത്തോളം നമുക്ക് ഓപ്ഷൻസ്, പ്ലേയേഴ്സിന് ചൂസ് ചെയ്യാനുള്ള ഓപ്ഷൻസ് ഉണ്ടായിരുന്നു. അപ്പോൾ ഒരു ഇന്ത്യൻ ഇന്റർനാഷണൽ പ്ലെയർ പോലും മിഡിൽ ഓർഡറിൽ ഇല്ല. ഇപ്പോൾ ശിവൻ ദൂബെ എന്ന് പറയുന്ന പ്ലെയർ ഉണ്ട്, അദ്ദേഹം ഫോമില്ല, അത് നമുക്കൊന്നും പറയാൻ പറ്റില്ല, കാരണം അദ്ദേഹം വളരെ ഫോമിൽ തന്നെയാണ് കളിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ ഈ ഒരു സീസൺ ഫോമിൽ എത്തിയിട്ടില്ല, അപ്പോൾ അത് നമുക്കൊന്നും പറയാൻ പറ്റില്ല, അത് ഓരോരുത്തരുടെ ഫോമിൻ്റെ കേസാണ്. പക്ഷെ ബാക്കി ഈ ഒരു സെലക്ഷൻസ്, ഇപ്പോൾ ബോളിങ്ങിലോട്ട് നോക്കി കഴിഞ്ഞാൽ നൂർ അഹമ്മദ് നല്ല പിക്കായിരുന്നു, ഖലീൽ അഹമ്മദ് അതും നല്ല പിക്കായിരുന്നു, കാരണം ഖലീൽ വളരെ മികച്ച രീതിയിലാണ് പന്തെറിഞ്ഞുകൊണ്ടിരിക്കുന്നത് ഈ ഒരു കഴിഞ്ഞ മത്സരങ്ങളിലൊക്കെ. പക്ഷേ ബാറ്റ്സ്മാൻമാരിലോട്ട് വരുമ്പോഴാണ് ടീം ഒരു മോശം സെലക്ഷൻ നടത്തിയേക്കുന്നത്. ജയമി ഓവർട്ടൺ, അല്ലെങ്കിൽ ഇവരൊന്നും ഒരു മാച്ച് വിന്നേഴ്സ് അല്ല. അപ്പോൾ നമ്മൾ ബാക്കി ടീമിൻ്റെ ഫോറിൻ പ്ലെയേഴ്സ് മിഡിൽ ഓർഡർ നോക്കി കഴിഞ്ഞാൽ സ്റ്റോയിൻസ്, മാക്സ്വെല്, നിക്കോളാസ് പൂരൻ, അല്ലെങ്കിൽ മില്ലർ, അത്തരത്തിലുള്ള വിൽ ജാക്സ്, അങ്ങനത്തെ പ്ലെയേഴ്സിനാണ് കാണാൻ സാധിക്കുന്നത്. പക്ഷേ CSKയിലോട്ട് വരുമ്പോൾ ഒരു ഹാർഡ് ഹിറ്റർ ഇല്ല. നമ്മൾ നോക്കിയാൽ മനസ്സിലായി, ഒരു T20 ക്രിക്കറ്റിൽ നിലവിൽ IPL ഹാർഡ് ഹിറ്റർ എന്ന് പറയുന്നൊരു പ്ലെയർ, അല്ലെങ്കിൽ ആ ഒരു ലെവലിലുള്ളൊരു പ്ലെയർ അത്യാവശ്യമാണ്. അങ്ങനെ ഒരു ഹാർഡ് ഹിറ്റർ ആളാണ് ടീമിലുള്ളത്. 2 ഹാർഡ് ഹിറ്റേഴ്സാണ് പേരിനുള്ളത്. അതിലൊന്ന് ദൂബയാണ്, പിന്നെ ഒന്ന് ധോണി. ഈ 2 പ്ലെയേഴ്സിൻ്റെ അവസ്ഥ നമുക്ക് കറക്റ്റായിട്ട് അറിയാം. അപ്പോൾ എൻ്റയർലി ടീമിൻ്റെ ഒരു ഒരു ഇത് നോക്കിക്കഴിഞ്ഞാൽ ആ ഒരു T20 ഫോർമാറ്റിന് പറ്റിയ ഒരു ടീമേ അല്ല കളിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് എത്രത്തോളം റൺസ് ഒരു 160-ന് മുകളിൽ 170-ന് മുകളിൽ ഓപ്പോണൻറ്റ് ടീം ടാർഗറ്റ് വെച്ച് കഴിഞ്ഞാൽ ഫാൻസ് ഉറപ്പിക്കുകയാണ്, ഫാൻസ് ചെന്നൈ ജയിക്കില്ല. അടുത്ത് കൊൽക്കത്തയുള്ള കളിയാണ്, ആരാധകർക്ക് പേടിയാണ്, ദൈവമേ കൊൽക്കത്തയുള്ള കളിയാണ്. 8-9 ബാറ്റ്സ്മാൻമാരാണുള്ളത്, റസലും റിങ്കു സിംഗും രമൺദീപും, അതുപോലെ അങ്ങനത്തെ ഹാർഡ് ഹിറ്റേഴ്സാണുള്ളത്, സുനിൽ നരേനെ പോലുള്ള ഹാർഡ് ഹിറ്റേഴ്സാണുള്ളത് ആ ടീമിൽ. ഡീകോക്ക് ഇവരൊന്നും ഫോമിലേക്ക് വന്നിട്ടില്ല, അവര് അപ്പോൾ ഈ ഒരു ബാറ്റിംഗ് ലൈനപ്പ് ഒരു 10-200 എടുത്തു കഴിഞ്ഞാൽ ചെന്നൈ തോറ്റു. പിന്നെ നമുക്ക് ഋതുരാജ് ഗെയ്ക്വാദ് അല്ലാതെ ഒരു വിശ്വസ്തനായ ഒരു ബാറ്റ്സ്മാൻ ഇല്ല ആ ടീമിലില്ല. കഴിഞ്ഞ മത്സരത്തിൽ തന്നെ ഗെയ്ക്വാദ് ഔട്ടായപ്പോൾ നമ്മുടെ ഫാൻസ് ഗ്രൂപ്പുകളിൽ വന്ന മെസ്സേജാണ്, കളി തോറ്റു കഴിഞ്ഞു. പണ്ട് കാലം സച്ചിൻ ഔട്ടാകുമ്പോഴൊക്കെ നമ്മൾ പറയുന്ന ആ ഒരു കാരണം, വേറെ ആരെയും നമുക്ക് വിശ്വസിക്കാൻ പറ്റില്ല ആ ടീമിൽ, വേറെ ആരും കളിച്ചു തരും നമുക്ക് പറയാൻ പറ്റില്ല, അല്ലെങ്കിൽ വേറെ ഒരു സ്ട്രെങ്ത് ഉള്ളൊരു മിഡിൽ ഓർഡറോ അല്ലെങ്കിൽ ഒരു ഹാർഡ് ഹീറ്റേഴ്സുള്ള ലോവർ ഓർഡറോ ഇല്ല. അപ്പോൾ പറയുമ്പോൾ പറയട്ടെ, ഈ ഒരു ടീം ഇങ്ങനെ തന്നെയാണ് ചെന്നൈ കഴിഞ്ഞ സീസണുകളിലൊക്കെ കളിച്ചത്, 2 കപ്പ് എടുത്തതൊക്കെ ശരിയാണ്. പക്ഷെ ആ ടൈമിൽ നമ്മുടെ ടോപ്പ് ഓർഡർ വൻ ഫോമിലായിരുന്നു. ഗെയ്ക്വാദും കോൺവേയും, അല്ലെങ്കിൽ ഗെയ്ക്വാദും ഡൂപ്ലസിയും, അല്ലെങ്കിൽ ദൂബെ, പിന്നീട് വരുന്ന അമ്പാട്ടി റായിഡു, അജിങ്ക്യ റഹാന, ഇത്തരത്തിലുള്ള പ്ലെയേഴ്സൊക്കെ അവരുടെ വൻ പീക്ക് ഫോമിൽ തന്നെയായിരുന്നു ആ സീസണുകളിലൊക്കെ. നമ്മൾ ആ സീസൺ മൊത്തം നോക്കിയാൽ മനസ്സിലാവും. ഫസ്റ്റ് ബാറ്റിംഗ് ആണ് കൂടുതൽ ചൂസ് ചെയ്തേക്കുന്നത് ചെന്നൈ, വൻ സ്കോറാണ് എടുത്തിരുന്നത്. നമ്മുടെ ബോളിംഗ് സ്ട്രെങ്ത് വെച്ചിട്ട് നമ്മളതൊക്കെ ഡിഫെൻഡ് ചെയ്യും. അങ്ങനെയാണ് മെജോറിറ്റി കളികളിലും നമ്മൾ ജയിച്ചേക്കുന്നത്. ഈവൻ കൊൽക്കത്തയുള്ള ഫൈനലുകളിൽ പോലും നമ്മൾ അങ്ങനെയാണ് ജയിച്ചേക്കുന്നത്. അന്നൊക്കെ ഡൂപ്ലസി എന്ന് പറയുന്നൊരു പ്ലെയർ, അല്ലെങ്കിൽ അമ്പാട്ടി റായിഡു എന്ന് പറയുന്നൊരു പ്ലെയർ. അപ്പോൾ അങ്ങനത്തെ ഒരു പ്ലെയേഴ്സിന് മിഡിൽ ഓർഡറിൽ ഇപ്പോൾ ഇല്ല. അപ്പോൾ അത് തന്നെയാണ് ചെന്നൈയുടെ ഏറ്റവും വലിയൊരു
എന്താണ് ഒരു നെഗറ്റീവ് സൈഡായിട്ട് എനിക്ക് ഈ സീസണിൽ തോന്നുന്നത്. അല്ല അപ്പൊ ശരിക്കും പറഞ്ഞാൽ ഈ ചെന്നൈ ഫാൻസിന്റെ ഒക്കെ ഒരു ഇത് വിഷമം അല്ലെങ്കിൽ അവരൊരു എന്താ പറയാ ഒരു റിയാക്ഷൻ അല്ലെങ്കിൽ ഫ്രസ്ട്രേഷൻ എന്നൊക്കെ കാണുമ്പോൾ എനിക്ക് തോന്നുന്നു RCB ഫാൻസിന്റെ ഒക്കെ ശരിക്കും പറഞ്ഞാൽ പൂജിക്കണല്ലേ. അതിപ്പോ അങ്ങനെ പറയാൻ പറ്റില്ല. കാരണം ഇപ്പൊ ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇപ്പൊ നമ്മള് ക്ലാസ്സിൽ ടോപ്പർ ആയിട്ടുള്ള ഒരു കുട്ടിയും ക്ലാസ്സിൽ ഏറ്റവും പഠിക്കാത്തൊരു കുട്ടിയും ഉണ്ടെന്ന് എക്സാമ്പിൾ ആയിട്ട് എടുക്കുക. അപ്പോൾ ഒരു സെം എക്സാമിൽ ഈ ഒട്ടും പഠിക്കാത്തൊരു കുട്ടിയാണെങ്കിൽ എല്ലാ വിഷയവും ജസ്റ്റ് പാസ് ആയി കഴിഞ്ഞാൽ അവർക്ക് അതൊരു ബമ്പർ ബോണസ് ആയിരിക്കും. പക്ഷെ നന്നായി പഠിക്കുന്ന ഒരാളെ സംബന്ധിച്ച് ജസ്റ്റ് പാസ് ആയി കഴിഞ്ഞാൽ അത് അവർക്കൊരു പക്ഷെ ആ ഉപമ ഞാൻ ഇവിടെ എനിക്കത് കറക്റ്റായി തോന്നുന്നില്ല. ടീം എല്ലാം തുല്യവരാണല്ലോ IPL. അതിന്റെ ഒരു കാരണമുണ്ട്, വ്യക്തമായ കാരണമുണ്ട്. കാരണം ചെന്നൈ സൂപ്പർ കിങ്സ് എന്ന് പറയുന്ന ടീമിനെ സംബന്ധിച്ചിടത്തോളം അവര് 2008 IPL തുടങ്ങി. അതിനുശേഷം 10-12 സീസൺ പ്ലേ ഓഫ് കാണാതെ പുറത്തായിട്ടില്ല. അതൊക്കെ ഞാൻ അതാ പറയാം. പറഞ്ഞ അത് കഴിഞ്ഞിട്ട് ഒരു 4 കളിയിൽ കഴിഞ്ഞിട്ടുള്ളൂ. 18ാമത്തെ സീസണിൽ ഒരു 4 കളി തോക്കുമ്പോ ഇത്രയധികം ചെന്നൈക്കാര് ഇതാവേണ്ട ആവശ്യമുണ്ട്, ഫ്രസ്ട്രേറ്റഡ് ആവേണ്ട ആവശ്യം. ഫ്രസ്ട്രേറ്റഡ് ആവേണ്ട റീസൺ എന്ന് പറഞ്ഞാൽ ചെന്നൈ എന്ന് പറയുന്ന ടീം ഉണ്ടാക്കി വെച്ചേക്കുന്ന ലെഗസി എങ്ങനെയാണ്, അതായത് ഇപ്പൊ ഹോം ഗ്രൗണ്ടിൽ അവർക്കുള്ള ആ ഒരു മേധാവിത്വം. ഫോർ എക്സാമ്പിൾ നോക്കി കഴിഞ്ഞാൽ RCB 18 വർഷമായിട്ട് അല്ലെങ്കിൽ 17 വർഷമായിട്ട് ജയ്പോക്കിൽ ജയിച്ചിട്ടില്ല എന്ന് പറയുമ്പോ ഒന്ന് ആലോചിച്ച് നോക്കി. ഓക്കെ, അതും മാറ്റം വന്നില്ലേ. നിങ്ങൾ ഇത്ര കാലം ജയിച്ചില്ലേ, ഇനി ഒരു 4 കളിയിൽ കഴിഞ്ഞിട്ടുള്ളൂ. ഒരു സീസൺ പോലും കഴിഞ്ഞിട്ടില്ല. 4 കളി തോക്കുമ്പോഴേക്ക് നിങ്ങൾ ഡൈഹാർഡ് ഫാൻസ് എന്ന് പറയുന്നവർ തന്നെയാണ് ഇത്രയധികം ചെന്നൈനെ ഇതാക്കി പറയണത്. ഫോർ എക്സാമ്പിൾ പറഞ്ഞാണ്, അതായത് ചെന്നൈ സൂപ്പർ കിങ്സ് എന്ന് പറയുന്ന ടീം ഉണ്ടാക്കി വെച്ചേക്കുന്ന ആ ഒരു ലെഗസി എത്രത്തോളം ഒരുപക്ഷെ ചെന്നൈ ഇപ്പൊ ഒരു മറ്റേ 1-2 കിരീടം നേടിയിട്ടുള്ളൂ, അല്ലെങ്കിൽ ഒരുപാട് സീസണുകളിൽ ലാസ്റ്റ് സ്ഥാനത്തായിട്ടുണ്ട്. ചെന്നൈയും പ്ലേ ഓഫിൽ കയറാൻ അതുകൂടി നിങ്ങൾ ഒരു സ്പോർട്സ്മാൻ ഇത് അംഗീകരിക്കണം. കുറെ പേർക്ക് അക്സെപ്റ്റ് ചെയ്യാനുള്ള ബുദ്ധിമുട്ടാണ്. അതായത് നമ്മൾ അങ്ങനെ കണ്ടിട്ടില്ല, ഈ ടീമിന് ഇത്രയും മോശമായ രീതിയിൽ കണ്ടിട്ടില്ല. അപ്പൊ പെട്ടെന്ന് അങ്ങനെ കാണുമ്പോ അക്സെപ്റ്റ് ചെയ്യാനുള്ള ഒരു ബുദ്ധിമുട്ട് എല്ലാവർക്കും ഉണ്ടാവും. അതൊരു സ്വാഭാവികമായ ഒരു കാര്യമാണ്. അപ്പോഴാണ് ഞാൻ പറഞ്ഞ RCB ഫാൻസിനൊക്കെ അവര് ഇത്ര കാലം അവര് സീസൺ അങ്ങനെയുള്ള അതിനെയാണ് ഞാൻ റെസ്പെക്ട് ചെയ്യുന്നത് പറയുന്നത്. സ്പോർട്സ്മാൻ RCB ഫാൻസിന് റെസ്പെക്ട് ഞാനുള്ള കണ്ട്. കാരണം അവർ ഇത്രത്തോളം കളിയാക്കലുകൾ നേരിടുന്നു, ഇത്രത്തോളം ഓരോ സീസണുകളിലും അവർക്ക് ഏറ്റവും കൂടുതൽ ടാർഗറ്റ് ചെയ്യപ്പെടുന്ന ഒരു ടീം അവരാണ്. ഓരോ സീസണുകളും എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ സ്റ്റിൽ അവരുടെ ലോയാലിറ്റിയിലൊന്നും യാതൊരു കുറവില്ല. ഇപ്പൊ നമ്മൾ മറ്റേ ലാസ്റ്റ് ഇറങ്ങിയ ഡ്രാഗൺ എന്ന് പറയുന്ന സിനിമയിൽ എന്റെ പ്രദീപ് പറയുന്ന പോലെ തോറ്റുകൊണ്ടിരിക്കുകയാണെന്ന് വിചാരിച്ച് ടീം മാറാൻ പറ്റില്ലല്ലോ എന്നാണ്. കാരണം ഓരോ സീസണുകളിൽ ഏറ്റവും കൂടുതൽ ട്രോൾ ഏറ്റുവാങ്ങുന്ന ടീമൊക്കെ RCB ആണ്. സ്റ്റിൽ അവർക്ക് ലോയൽ ഫാൻസ് ഒരുപാടുണ്ട്. അപ്പൊ അതൊന്നും ഇല്ല നമ്മൾ പറയുന്നില്ല. പക്ഷെ ചെന്നൈ സൂപ്പർ കിങ്സ് എന്ന ടീമിനെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ഇങ്ങനെ കണ്ടിട്ടില്ല നമ്മുടെ ടീമിനെ. അതിന്റെ ഒരു ബുദ്ധിമുട്ടാണ്. അതായത് നമുക്കത് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്ന ആ ഒരു ബുദ്ധിമുട്ടുണ്ടാവുമല്ലോ. ഇനിയിപ്പോ അടുത്ത സീസണുകളിൽ ചെന്നൈ ഇങ്ങനെ തോക്കുകയാണെങ്കിൽ നമുക്ക് യൂസ്ഡ് ആയത് നമ്മൾ ഓൾറെഡി കണ്ടു കഴിഞ്ഞാൽ അപ്പൊ നമുക്ക് ഇത്രത്തോളം ദേഷ്യം വരത്തില്ല. അല്ല, ധോണി അപ്പോ കുറച്ചുകൂടി കയറി കളിക്ക് തോന്നുന്നു. പുള്ളി വിചാരിച്ചു തോന്നുന്നു അടിച്ച് കളിക്കാന്ന്. പക്ഷെ പുള്ളിക്ക് പറ്റാതെയാണോ അതോ പുള്ളി ഇറങ്ങിയില്ല, മിഡിലേക്ക് വന്ന് ഇറങ്ങിയിട്ടും പോലും പുള്ളിക്കൊന്നും ചെയ്യാൻ പറ്റിയില്ല. MS ധോണി എന്ന് പറയുന്ന പ്ലെയർ, ഞാൻ ഏറ്റവും വലിയ ഡൈഹാർഡ് MS ധോണി ഫാനാണ്. അപ്പോൾ ഇപ്പം എല്ലാവരും പറയുന്നത് അത് സ്വരം മോശമാവുന്നതിനേക്കാളും മുന്നേ പാട്ട് നിർത്തുക എന്ന് നമ്മൾ ആൾക്കാർ പറയുന്ന ഒരു സംഭവമുണ്ട്. ധോണി ആക്ച്വലി IPL ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ധോണിയുടെ ആ ഒരു കാപ്പബിലിറ്റി അത് കുറഞ്ഞിട്ടുണ്ട്. നമുക്ക് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. അപ്പോൾ ഇത്രയും ബാറ്റ്സ്മാൻമാരുടെ ഒരു നീഡ് ടീമിനുണ്ട്, എല്ലാ ടീമിനും ഉണ്ട്. അത്രയും വലിയ ടാർഗറ്റ്സ് വരുന്ന അത്രയും ഒരു 7, 8, 9 പ്ലെയേഴ്സ് വരെ ബാറ്റ്സ്മാൻമാർ ഇറങ്ങുന്ന ഈ ഒരു IPL സീസൺ നോക്കിയാൽ മനസ്സിലാവും. അപ്പോൾ ധോണിയെ പോലത്തെ ഒരു പ്ലെയർ എന്ന് പറഞ്ഞാൽ അത്രയും ഒരു ഹിറ്റർ വരേണ്ട സ്ഥാനത്ത് ധോണി വന്നിട്ട് ധോണിക്ക് ഹിറ്റ് ചെയ്യാൻ പറ്റുന്നില്ല. നമ്മളെല്ലാ കളിയും നോക്കിയാൽ മനസ്സിലാവും. ധോണി മറ്റേ ജസ്റ്റ് പഞ്ച് ചെയ്യുന്ന മാത്രമേ ഉള്ളൂ പന്തില്ല. സ്പിന്നേഴ്സ് വരുമ്പോൾ ധോണിക്ക് ഹിറ്റ് ചെയ്യാൻ പറ്റുന്നില്ല. അപ്പോൾ ധോണി ഒരു 2023-ലോ 2024-ലോ കളി അവസാനിപ്പിച്ച് ആ ഒരു സ്ഥാനത്ത് ടീമിൽ വേറൊരു പ്ലെയർ വന്നെങ്കിൽ ചിലപ്പോൾ ഇത് മെയിൻ പ്രശ്നം എന്താ പറഞ്ഞാൽ ടീം മൊത്തം ഒറ്റ പ്ലെയറെയാണ് ഫോക്കസ് ചെയ്യുന്നത്. ധോണി എന്ന് പറയുന്ന പ്ലെയറാണ് ഫോക്കസ്ഡ് ആവുന്നത്. ചെന്നൈ സൂപ്പർ കിങ്സ് എന്ന് പറയുമ്പോൾ ആളുകൾ വരുന്നത് ധോണി എന്ന് പറയുന്ന പ്ലെയറെ കാണാനാണ്. അപ്പോൾ ധോണി എന്ന് പറയുന്ന പ്ലെയർ പെർഫോം ചെയ്യേണ്ട ഒരു ആവശ്യകത വരുന്നുണ്ട്. അപ്പോൾ ഇപ്പോൾ പല മത്സരങ്ങളിലും ജയിപ്പിക്കാൻ വേണ്ടി ധോണി ഇറങ്ങുന്നത് തന്നെ ആ ആരാധകരെ സാറ്റിസ്ഫൈ ചെയ്യാൻ വേണ്ടി മാത്രമാണ്. അപ്പോൾ ടീം മൊത്തം ഒറ്റ പ്ലെയറിലോട്ട് ഫോക്കസ്ഡ് ആവുന്നു. അല്ലെങ്കിൽ ഒരു എന്താണ് അത്യാവശ്യം ലോങ് ഇന്നിങ്സ് കളിക്കാൻ വരുന്ന ഒരു പ്ലെയറുടെ അവൈലബിലിറ്റി നമുക്ക് കിട്ടുന്നില്ല. പകരം ധോണി ഫിനിഷ് ചെയ്യുക അല്ലെങ്കിൽ ധോണിയുടെ അവിടെ എന്തെങ്കിലുമൊക്കെ ധോണി ചെയ്യുന്നുള്ള പ്രതീക്ഷ ബാക്കിയുള്ള ടോപ്പ് ബാറ്റേഴ്സിനും എല്ലാ പ്ലേയേഴ്സിനും വരികയാണ്. ടോപ്പ് ബാറ്റേഴ്സിന് അങ്ങനത്തെ പ്രതീക്ഷ വരേണ്ട കാര്യമില്ല. അത് അത്തരത്തിലുള്ള പ്രതീക്ഷകൾ വരുന്ന ആരാധകർക്കാണ്. ധോണിയിൽ നിന്ന് ഇപ്പോഴും ചില മഹാത്ഭുതങ്ങൾ പ്രതീക്ഷിക്കുന്നുണ്ട് ഒരുപാട് ആരാധകർ. അപ്പോൾ ഇപ്പോൾ ധോണി എന്ന് പറയുന്ന പ്ലെയർ ടീമിലുണ്ട്. സോ ആ ഒരു സ്ഥാനത്ത് ഇപ്പോൾ ധോണി ഇല്ലായിരുന്നെങ്കിൽ വേറൊരു പ്ലെയറാണ് വരേണ്ടത്. ചിലപ്പോൾ ഒരു നല്ലൊരു ഹിറ്റർ ആയിരിക്കാം, അല്ലെങ്കിൽ കറന്റ്ലി ഇന്റർനാഷണൽ കളിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പ്ലെയർ ആയിരിക്കാം വരേണ്ടത് ധോണി ഇല്ലായിരുന്നെങ്കിൽ.
പക്ഷെ ആ ഒരു പ്ലെയറെ മാറ്റി നിർത്തി ധോണി വരുമ്പോൾ ധോണിക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ വളരെ ലിമിറ്റഡ് ആണ്. കഴിഞ്ഞ മത്സരത്തിൽ തന്നെ 150 റൺസ് എന്ന് പറയുന്ന ഒരു ടാർഗറ്റ് ചേസ് ചെയ്യാനായിട്ട് ധോണിയുടെ സ്ഥാനത്ത് വേറെ പ്ലെയർ ആണ് എങ്കിൽ ചിലപ്പോൾ ഒരുപക്ഷെ ആ ടാർഗറ്റ് ചേസ് ചെയ്ത് തന്നെ. നമ്മൾ ഒരിക്കലും ധോണിയുടെ ചേസ് ചെയ്യാനുള്ള കപ്പാസിറ്റി കുറച്ചാണല്ലോ, പക്ഷെ നിലവിലെ ധോണിക്ക് അത് അസാധ്യം തന്നെയാണ്. കാരണം അത് നമുക്ക് കളി കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാവും, അദ്ദേഹം ഹിറ്റ് ചെയ്യാനുള്ള ശ്രമം പോലും നടത്തണല്ലോ സ്പിന്നേഴ്സ്. പ്രായത്തിന്റെ ഇടഞ്ഞിപ്പോ പ്രായത്തിന്റെ കൂടി അത് മനസ്സിലാക്കുക. അതായത് ടീം മാനേജ്മെന്റ് എന്തിനാണ് ധോണിയെ മറ്റേ ടീമിൽ നിലനിർത്തുന്നത്? അവർക്ക് ബ്രാൻഡിങ്, അതിന് മൂലമുള്ള പൈസ കാര്യങ്ങൾ, അഡ്വർടൈസ്മെന്റ്, പിന്നെ ഈ 10,000, 30,000, 50,000 കൊടുത്ത് സ്റ്റേഡിയം ഫില്ലാക്കുന്ന ഫാൻസ്. അപ്പോൾ ധോണി എന്ന് പറയുന്ന ആളെ യൂസ് ചെയ്തിട്ട് CSK മാനേജ്മെന്റ് ഒരു അവർക്ക് ഏൺ ചെയ്യാനുള്ള കാര്യങ്ങളാണ് നോക്കിക്കൊണ്ടിരിക്കുന്നത്. ആ ടീമിന് അതുകൊണ്ട് എന്തെങ്കിലും ഗുണമുണ്ടോ എന്ന് എനിക്ക് തോന്നുന്നില്ല. ആസ് എ വിക്കറ്റ് കീപ്പർ പുള്ളി ഇപ്പോൾ അടിപൊളിയാണ്, അതിലൊന്നും തർക്കമൊന്നുമില്ല. പക്ഷേ ആസ് എ ബാറ്റ്സ്മാൻ പുള്ളിക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ വളരെ ലിമിറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളാണ്. ഒരു നല്ലൊരു സ്കോറ് ചേസ് ചെയ്യാനായിട്ട് നിലവിൽ പുള്ളിയെ കൊണ്ട് സാധിക്കില്ല. അപ്പോൾ ധോണി ഇപ്പോൾ ഒരുപാട് സിക്സും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ കുറച്ച് സീസണിലൊക്കെ നോക്കി കഴിഞ്ഞാൽ ലാസ്റ്റ് ഇറങ്ങി കുറേ സിക്സും കാര്യങ്ങളൊക്കെ അടിക്കുന്നതൊക്കെ നമ്മൾ ഒരുപാട് കണ്ടിട്ടുണ്ട്. അതിൽ കൂടുതലും ഫസ്റ്റ് ബാറ്റിംഗ് ആയിരിക്കും. 1-2 കളി പുള്ളി ഫിനിഷ് ചെയ്തിട്ടുണ്ട്, ഇല്ല എന്ന് പറയുന്നില്ല. പക്ഷെ മെജോറിറ്റി കളികളും ഫസ്റ്റ് ബാറ്റ് ചെയ്യുമ്പോഴാണ് ധോണി കൂടുതലും കൂളായിട്ട് കളിച്ച് ലാസ്റ്റ് 1-2 സിക്സ് ഒക്കെ അടിച്ച് ടീം സ്കോർ ഒന്ന് ഉയർത്തുന്നത്. കാരണം ചേസ് ചെയ്യാനായിട്ടൊരു 10-40 ബോൾ ബാക്കിയുണ്ട്, 10-80 റൺസ് അടിക്കണം. ആ ഒരു സിറ്റുവേഷനിൽ ധോണി വരുമ്പോൾ അതൊരിക്കലും ധോണിക്ക് അടിക്കാൻ പറ്റൂല. നമ്മൾ പ്രൈം ധോണി പല തവണ അത് ചെയ്യുന്നത് കണ്ടിട്ടുണ്ട്, പക്ഷെ നിലവിലെ ധോണിക്ക് അത് സാധ്യമല്ല. കാരണം അങ്ങനെയാണ് IPL നിലവിലെ ബോളേഴ്സ് ആയാലും അവരുടെ ടെക്നിക്സ് ആയാലും ഒക്കെ അത്രയും അഡ്വാൻസ്ഡ് ആണ്. അപ്പോൾ ഈ ഒരു സാഹചര്യം അത്രയും മോശമാണ്. ഇപ്പോൾ CSK ഫാൻസ് തന്നെ CSK ടീമിനെ മോശമായിട്ട് പറയുന്നെങ്കിൽ അതിൻ്റെ ഒരു കാരണം ഈ മാനേജ്മെൻറ്റിൻ്റെ ഇത്തരത്തിലുള്ള കടുംപിടുത്തങ്ങളാണ്. അവർ എന്താണ് ഇത്തരത്തിലുള്ള ഒരുപാട് നമ്മുടെ കളിച്ച പ്ലേയേഴ്സിനെ തന്നെ കളിപ്പിക്കുകയുള്ളൂ, പുതിയ യങ് ചാമ്പ്സിനെ നോക്കുന്നില്ല. നമ്മൾ നോക്കിയാൽ മനസ്സിലാവും CSK ബെഞ്ചിലിരിക്കുന്ന കളിക്കാർ. കഴിഞ്ഞ ദിവസം ഗുജറാത്തിന് വേണ്ടി ഗംഭീരമായി പന്തെറിഞ്ഞ പ്ലെയർ ഉണ്ട് കഴിഞ്ഞ ദിവസങ്ങളിൽ എല്ലാ മത്സരങ്ങളിലും, സായ് കിഷോർ. ചെന്നൈയുടെ ബെഞ്ചിലിരുന്ന് 2 വർഷം ചെന്നൈയുടെ ബെഞ്ചിലിരുന്ന് വേറെ ഇറങ്ങിയ പ്ലെയറാണ്. അതുപോലെ ഇപ്പോഴും ഇരിക്കുന്നുണ്ട് സൈക് റഷീദ് എന്ന് പറയുന്ന ഒരു ബാറ്റ്സ്മാൻ ഇരിക്കുന്നുണ്ട്. ഇന്ത്യൻ അണ്ടർ-19 ടീമിൻ്റെ വൈസ് ക്യാപ്റ്റനൊക്കെ ആയിരുന്നു. നമ്മൾ ആ ഒരു അണ്ടർ-19 ടീം എടുത്ത് നോക്കി കഴിഞ്ഞാൽ ആ ഒപ്പം കളിച്ച പ്ലെയേഴ്സ് ആണ് ഇപ്പോൾ ഈ പറയുന്ന രഘുവംശിയെ പോലത്തെ പ്ലെയേഴ്സൊക്കെ അന്ന് സൈക് റഷീദിൻ്റെ ഒപ്പം കളിച്ച പ്ലെയേഴ്സാണ്. അപ്പോൾ അവരൊക്കെ IPL ഇപ്പോൾ കളിച്ചുകൊണ്ടിരിക്കുകയാണ് മറ്റുള്ള ടീമിന് വേണ്ടിയിട്ട്. സൈക് റഷീദ് ഇപ്പോഴും ചെന്നൈ ബെഞ്ചിലിരിക്കുകയാണ്. അങ്ങനെ നിരവധി പ്ലെയേഴ്സ്, ഒരു യങ് ടാലൻസും ചെന്നൈയിൽ കളിക്കുന്നില്ല, ഡെബ്യൂട്ട് കളിക്കുന്നില്ല, അല്ലെങ്കിൽ ലെവലിൽ വരുന്നില്ല. ചെന്നൈയുടെ കാര്യം പറയുമ്പോൾ മുംബൈനൊക്കെ എടുത്തു പറയണം. നമ്മുടെ വിഘ്നേഷ് പുത്തൂരിനെ പോലും ആരും അറിയാത്തൊരു പ്ലെയറിനെ പോലും അവർ കൊണ്ടുവരുന്നു. അതുപോലെ അശ്വിനി എന്ന് പറയുന്ന പ്ലെയറിനൊക്കെ അവർ അതുപോലത്തെ ഒരു പരിപാടി ഇനിയിപ്പോൾ ചെന്നൈ നോക്കേണ്ടി വരുമല്ലേ? ചെന്നൈ ഇപ്പോൾ നമ്മൾ കഴിഞ്ഞൊരു 6-7 വർഷം തന്നെ എടുത്തു, അത്രയും വർഷക്കാലം എടുത്തു. ചെന്നൈയിൽ ഡെബ്യൂട്ട് ചെയ്തിട്ടുള്ള അൺകാപ്ഡ് പ്ലെയേഴ്സിനെ എടുത്ത് നോക്കി കഴിഞ്ഞാൽ ഋതുരാജ് ഗെയ്ക്വാദ് എന്ന് പറയുന്ന ഒരു ഇന്ത്യൻ പ്ലെയർ മാത്രമാണ് നമുക്ക് കാണാൻ. അതായത് ഡെബ്യൂട്ട് ചെയ്ത് കുറച്ച് മത്സരങ്ങൾ കളിച്ച് ചെന്നൈ ഒരു സ്റ്റാർ ലെവലായിട്ടുള്ളൊരു പ്ലെയർ. പിന്നെ വന്നത് ഇപ്പോൾ കഴിഞ്ഞ വർഷം സമീർ റിസ്വി എന്ന് പറയുന്നൊരു പ്ലെയർ, അതും അത്യാവശ്യം ഹൈപ്പിൽ വന്നുകൊണ്ട് അവർ ആ ഒരു സ്ക്വാഡിൽ ഉൾപ്പെടുത്തിയെന്നാണ്. അല്ലാതെ ഈ TNPL പോലത്തെ ഇന്ത്യയിൽ തന്നെ അത്യാവശ്യം പോപ്പുലർ ആയിട്ടുള്ള ലീഗാണ് തമിഴ്നാട് പ്രീമിയർ ക്രിക്കറ്റ് ലീഗ്. അതിൽ നിന്നൊക്കെ ഇഷ്ടംപോലെ ടാലൻസിനെ അവർ സ്കൗട്ട് ചെയ്ത് ടീമിലിട്ട് എടുക്കുന്നുണ്ട്. പക്ഷെ ഇവർക്ക് ആർക്കും അവസരങ്ങൾ കൊടുക്കുന്നില്ല, ഇവർ ലെവലിലിടുന്നില്ല. ഇവരിപ്പോഴും പഴയ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള പ്ലെയേഴ്സിനെ ആ ഒരു രീതിയാണ് അവർ ഫോളോ ചെയ്യുന്നത്. അത് തെറ്റിയിട്ടില്ല. അപ്പോൾ 5 കപ്പ് നമുക്കുണ്ട്, അതൊക്കെ ഇങ്ങനെ തന്നെയാണ് എന്ന് പറയുമ്പോൾ ഓക്കെയാണ്. പക്ഷേ കുറച്ചെങ്കിലും അത്തരത്തിലുള്ള ആൾക്കാർക്ക് അവസരം കൊടുത്തിരുന്നെങ്കിൽ ഒരുപക്ഷെ മിഡിൽ ഓർഡർ ഇപ്പോൾ ഇങ്ങനെ സ്ട്രഗിൾ ചെയ്യില്ലായിരുന്നു എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. അപ്പോൾ ഇപ്പോൾ സൈക് റഷീദൊക്കെ നമ്മുടെ എത്രയും കാലമായിട്ട് ചെന്നൈയുടെ ബെഞ്ചിലിരിക്കുന്ന പ്ലെയറാണ്. അപ്പോൾ ഒരു കളി പോലും അവസരം ഇതുവരെ കൊടുത്തിട്ടില്ല. അപ്പോൾ അതൊക്കെയാണ്. അപ്പോൾ ബാക്കി എല്ലാ ടീമിലെയും നമ്മൾ നോക്കി കഴിഞ്ഞാൽ ഒരൊറ്റ അൺകാപ്ഡ് പ്ലെയറെങ്കിലും നമുക്ക് ആ ടീമിൽ സ്ഥിരമായിട്ട് ലെവലിൽ കളിക്കുന്നത് കാണാൻ പറ്റും. പക്ഷെ ചെന്നൈയുടെ കേസിലോട്ട് അങ്ങനെ ബോളേഴ്സ് ഉണ്ടെന്നല്ലാതെ ബാറ്റ്സ്മാൻമാരും ഇല്ല. അപ്പോൾ അത് തന്നെ ഒരു നെഗറ്റീവ് ഇമ്പാക്റ്റ് ആണ് ആ ടീമിന് കൊടുക്കുന്നത്. ആ ടീമിൽ നിന്ന് ഒരു പ്ലെയറും വളർന്നു വരുന്നില്ല എന്നുള്ളൊരു ഇത് വരും പിന്നീട്. എന്തായാലും ഇപ്പോൾ 4 മത്സരങ്ങളെ കഴിഞ്ഞിട്ടുള്ളൂ, എല്ലാം ശരിയാണ്, 4 മത്സരങ്ങൾ കഴിഞ്ഞിട്ടുള്ളൂ. ഇനിയും തിരിച്ചു വരാനുള്ള ഒരുപാട് അവസരമുണ്ട്. പക്ഷേ സ്റ്റിൽ ഫാൻസിന് ആ ടീമിൽ നിന്ന് ഹോപ്പ് പോയി എന്ന് പറയുമ്പോൾ അത് ഫാൻസുകാരും കൊണ്ട് ചിന്തിക്കണം. കാരണം ഒരു 3 കളി കഴിയുമ്പോൾ ഇങ്ങനെ ഹോപ്പ് ഉണ്ട് ആവശ്യമൊന്നുമില്ല എന്ന് എനിക്ക് തോന്നുന്നത്. മേ ബി അല്ല, അതിന്റെ കാര്യം എന്ന് പറഞ്ഞാൽ ഞാൻ ആദ്യമേ പറഞ്ഞല്ലോ, ജയിക്കണം എന്നുള്ളൊരു ഇന്റന്റ് ഇല്ലാതെ കളിക്കുന്ന ഒരു ടീമാണ്. എത്ര മത്സരങ്ങൾ ഈ ടീം തിരിച്ചു വരുമെന്ന് ആരും പ്രതീക്ഷിക്കാത്തതിന്റെ കാര്യം എന്താ? നമ്മൾ ചിന്തിച്ചിട്ടുണ്ടോ 4 മത്സരം കഴിഞ്ഞിട്ടുള്ളൂ, ഈ ടീം തിരിച്ചു വന്നൂടെ എന്ന് എല്ലാവരും ഒരുപോലെ ചിന്തിക്കുന്ന എല്ലാവരും ആഗ്രഹിക്കും. ഇപ്പൊ യുണൈറ്റഡിന്റെ കാര്യമൊക്കെ നോക്കി നീ, എല്ലാവരും ഇങ്ങനെ മാഞ്ചസ്റ്റർ യുണൈറ്റഡിന്റെ കാര്യമൊക്കെ ഇങ്ങനെ തന്നെയല്ല, എല്ലാവരും ആഗ്രഹിക്കുന്നുണ്ട്. അപ്പൊ മൊത്തത്തില് ഒരു സീസൺ 2-4 മാച്ച് കഴിയുമ്പോ ഇതുപോലെ ടയേർഡ് ആവണ്ട. അല്ല, എഴുതി തള്ളുന്നില്ലെങ്കിൽ പോലും
ആ ടീമിൽ ഹോപ്പ് ആരും വെക്കുന്നില്ല എന്നുള്ളതാണ്. ആ ഒരു സ്ക്വാഡ്, അതായത് ഈവൻ ബിഫോർ ടൂർണമെന്റ് പോലും ഈ ടീമിന് ആരും ഒരു ഹോപ്പ് വെച്ചിട്ടില്ല. അതിന്റെ ഒരു റീസൺ എന്ന് പറയുന്നത് ഈ സ്ക്വാഡ് ആണ്. അത് ബാറ്റ്സ്മാൻമാരെ പിക്ക് ചെയ്തൊക്കെയാണ്. എനിവേ എന്തായാലും ധോണിക്കുള്ള വിമർശനങ്ങൾ അത്യാവശ്യം വരുന്നുണ്ട് ഫാൻസിന്റെ ഭാഗത്ത്. അപ്പൊ അതൊക്കെ മനസ്സിലാക്കും തോന്നുന്നില്ല. തീർച്ചയായിട്ടും നല്ല രീതിക്ക് അവരും സോഷ്യൽ മീഡിയ ഹാൻഡിൽ ചെയ്യുന്ന ആൾക്കാരല്ലേ, അല്ലെങ്കിൽ അവരുടെ മാനേജേഴ്സ് ഹാൻഡിൽ ചെയ്യുന്നുണ്ട്, അവർ അറിയുന്നുണ്ടായിരിക്കും ഇതൊക്കെ. അപ്പൊ എന്തായാലും അതൊരു പുതിയ തുടക്കം അല്ലെങ്കിൽ എന്തെങ്കിലും മാറ്റങ്ങൾ കൊണ്ടുവരുമെന്ന് വിചാരിക്കുന്നു. ചെന്നൈ ടീമിന്റെ എന്താ പറയാ മുന്നോട്ടുള്ള യാത്ര അത്ഭുതപ്പെടുത്തുന്ന എന്തെങ്കിലുമൊക്കെ മറികടക്കും എനിക്ക് തോന്നുന്നുണ്ട്, പ്രതീക്ഷ. തീർച്ചയായിട്ടും അത് തന്നെയാണ് ആഗ്രഹിക്കുന്നത്. അല്ലെ നമ്മളിപ്പോ പറഞ്ഞ കാര്യം തന്നെ സംഭവിക്കുകയാണ്. നമ്മൾ കാരണം തുടങ്ങിയിട്ടുള്ളൂ. CSK ഫാൻ തന്നെയാണ് അന്നും ഇന്നും, ഇനി ഏത് കാലം CSK ഫാൻ തന്നെ ആയിരിക്കും. അപ്പോ എന്തായാലും ചെന്നൈ തിരിച്ചും വരുമെന്ന് പ്രതീക്ഷിക്കാം. എന്റെ ചെന്നൈ മക്കളെ, ഫാൻസ് പറഞ്ഞ് വിടിയാൻ ചേരാട്ടാ.